ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ടൊമാറ്റോ കെച്ചപ്പ് കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്കെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി എടുക്കണം. പിന്നീട് ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ എരിയില്ലാത്ത ഒരു പച്ചമുളക്. ഈ തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ പച്ചമുളകൊന്ന് നടുക്കൂടെ ഒന്ന് കീറിയെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നല്ല തിളച്ച് കുക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതിലേക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഈ ടൊമാറ്റോയുടെ പ്യൂരി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.